സംസ്കൃതി പുല്ലൂർ ഏർപ്പെടുത്തിയ വി കോമൻ മാസ്റ്റർ സ്മാരക ചെറുകഥാ പുരസ്കാരം ജിതിൻ നാരായണന് സമ്മാനിച്ചു. വിത്ത് എന്ന കഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കൃഷിക്കാരൻ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ എഴുത്തുകാരൻ മനസ്സിൽ കൃഷി ചെയ്യുന്നുവെന്ന് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനും പറഞ്ഞു. അതിനായി അവൻ കരുതിവയ്ക്കുന്ന വിത്താണ് തന്റെ സർഗാത്മക സൃഷ്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രകൃതിയുടെ ഓരോ ജീവജാലങ്ങൾക്കും ഒരു കടാക്ഷമുണ്ട്. അവയെ വേട്ടയാടുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്നും അതിന്റെ പേരാണ് ജനാധിപത്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുല്ലൂരിൽ സംസ്കൃതി ഏർപ്പെടുത്തിയ വി കോമൻ മാസ്റ്റർ സ്മാരക ചെറുകഥാ പുരസ്കാരം ജിതിൻ നാരായണന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജിതിൻ നാരായണന്റെ വിത്ത് എന്ന കഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. മുത്തശ്ശൻ എന്നെ അച്ചാച്ചൻ എന്നെ വിത്ത് എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അപ്പോ അതിലെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അച്ചാച്ചനും നഷ്ടപ്പെട്ട ഏകനായ ഒരു ചെറുപ്പക്കാരന്റെ യാത്രയും അദ്ദേഹത്തിന്റെ പ്രണയവും അദ്ദേഹത്തിന്റെ സങ്കടങ്ങളും ഒക്കെയാണ് ആ കഥയിൽ കടന്നു വരുന്നത്. അത് വിത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിത്തിന്റെ ഇമേജിലൂടെ അത് വളരെ രസകരമായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു പോകുന്ന ഒരു മികച്ച കഥയായിട്ട് എനിക്ക് അത് തോന്നി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൈറ്റാവിഷ്കരിച്ച ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ മികവ് തെളിയിച്ച പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡോക്ടറേറ്റ് നേടിയ K കൃഷ്ണേന്ദു, LSS USS വിജയികൾ എന്നിവരെയും അനുമോദിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈറ്റ് വിറ്റേഴ്സ് ഹരിത വിദ്യാലയം 4.0 അക്കാദമിക് റിയാലിറ്റി ഷോ 2025-26 സംസ്ഥാന തലത്തിൽ അക്കാദമിക മികവിന് അംഗീകാരം നേടിയ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിന് പ്രത്യേക ഉപഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ, പെരിയ.